ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളുടെ എന്താ പറയുക ഫിഷ് ഫുഡ് വാങ്ങിക്കാനായിട്ട് വന്നു അശ്വിനിക്കാൻ നമ്മളുടെ പിന്നെ എന്താ പറയുക ഇത്തിരി അടിപൊളി ഒരു അക്വേറിയം വന്നിട്ടുണ്ട്. ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ആയിട്ടുള്ള ഫിഷ് വേൾഡ് എന്ന് പറഞ്ഞിട്ട് ഒരു അടിപൊളി അക്വേറിയമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഫിഷ് ഫുഡ് വാങ്ങിക്കാം. പുതിയ ഇങ്ങോട്ട് അവർ വേറെ നേരത്തെ മുതലേ ഉണ്ടായിരുന്നതാണ്, അവരിങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തതാണ്. ഇഷ്ടം പോലെ മീനുകളുടെ ഒരു വേൾഡാണ്. അതുപോലെ എല്ലാം ക്യാറ്റിനാണെങ്കിലും ഡോഗിനാണെങ്കിലും ഒക്കെ കൊടുക്കാനുള്ള പിന്നെ ഫുഡൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. റീസണബിൾ റേറ്റ് ആണ്. അപ്പം നല്ലൊരു അക്വേറിയം നമുക്ക് കാണാം. നിങ്ങളും വരും. ഫിഷിൻ്റെ ഒരു ലോകം തന്നെയാണ്. ഇഷ്ടം പോലെ വെറൈറ്റി, എല്ലാത്തരം വെറൈറ്റികളുണ്ട്. അടിപൊളിയാണ് കേട്ടോ, എനിക്കൊരു രക്ഷയില്ല. അവിടെ ചൊവ്വാഴ്ചയാണ് സാധാരണ ഫിഷൊക്കെ കൂടുതൽ വരാറുള്ളത്. അപ്പം ഇത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ആത്മഹത്യ ചെയ്ത് പറയാം. വെള്ളം ഞാൻ കൂടുതൽ കഴിച്ചിട്ട് അത് പോയി. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സ്ഥിതി. നല്ല അടിപൊളി എല്ലാ സാധനത്തിൻ്റെ ഫിഷിൻ്റെ ആണെങ്കിൽ എല്ലാ ആക്സസറീസും ഇവിടെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. ഇതിൻ്റെ ബാക്ക് വശമാണ് എൻ്റെ സുഖമാണ് എല്ലാം മേടിക്കുന്നത്. ഇത്രയും നല്ല നൈസാണ് ചേട്ടൻ. ചേട്ടൻ പറയാണ്ട് മാത്രം പറയും. നമസ്കാരം, എൻ്റെ പേര് ശ്രീനിവാസൻ. പിന്നെ ഈ ഫീൽഡ് 32 വർഷത്തോളമായി. ഇവിടെ കട തുടങ്ങിയിട്ട് 5 മാസത്തോളമായി. നേരത്തെ താരേക്കടയായിരുന്ന ഷോപ്പ്, അവിടെ 20 വർഷത്തോളമായി. അവിടെ ചെറിയ ഷോപ്പായിരുന്നു. കുറച്ചുകൂടി നല്ല രീതിയിൽ തന്നെ ഷോപ്പ് തുടങ്ങണം എന്ന് വെച്ചിട്ടാണ് ഈ ഷോപ്പ് തുടങ്ങിയിട്ടത്. വിശാലമായിട്ട് കാർ പാർക്കിംഗ് സൗകര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ വലിയ വലിയ ടാങ്കുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. റയർ വെറൈറ്റി എല്ലാ ഫിഷുകളും ഉണ്ട്. അതുപോലെ പാലൻ ടാങ്കിൽ അനവധി ലൈറ്റുകളുണ്ട്. വ്യത്യസ്ത ടൈപ്പുള്ള ബ്ലോഗുകൾ ഞങ്ങളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ഫിഷോ ഫുഡോ ഇല്ല അതിനോട് ബന്ധപ്പെട്ട ആക്സസറീസ് എല്ലാം ഇവിടെ തന്നെ അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മുടെ കട വന്നിട്ട് വിക്ടോറിയ കോളേജിൻ്റെ അടുത്തുള്ള ഇൻഡോർ സ്റ്റേഡിയം ഉണ്ട്. ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ തൊട്ടൊരു ഗണപതി ക്ഷേത്രമുണ്ട്, നീരാട്ട് ഗണപതി ക്ഷേത്രം. അതിൻ്റെ ഓപ്പോസിറ്റായി നമ്മുടെ ഷോപ്പ് വരുന്നത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇതോട് അനുബന്ധിച്ചിട്ട് എന്ത് സൗകര്യങ്ങളാണ് ഞങ്ങൾ ചെയ്തു തരേണ്ട ആഫ്റ്റർ സർവീസ് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ബിസിനസ് മുന്നോട്ട് പോകുന്നുണ്ട്. ആഫ്റ്റർ സർവീസ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ കസ്റ്റമറെല്ലാം കാണുന്നൊരു വാല്യുബിൾ കസ്റ്റമറായിട്ട് കാണുന്നത്. മാത്രമല്ല ഓരോ കസ്റ്റമറടുത്തും നമുക്ക് കമ്മിറ്റ്മെൻറ്റ് ഉള്ളതുകൊണ്ട് ഒരിക്കലും നമ്മളെ കടയിൽ ഷോപ്പിൽ വിസിറ്റ് ചെയ്യാൻ ഇനി 2ാം പ്രാവശ്യം ഞങ്ങളുടെ ഷോപ്പിലേക്ക് വിസിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാഹചര്യങ്ങൾ ഒരുക്കുന്ന രീതിയിലാണ് ഞങ്ങളുടെ പെരുമാറ്റങ്ങളായാലും ശരി, ഇനി ഇവിടെ ആക്സസറീസ് ആയാലും ശരി, ഫിഷായാലും ശരി, ഫുഡായാലും ശരി, അതിൻ്റെ റേറ്റിംഗ് എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ സൗകര്യാർത്ഥമാണ്. നിങ്ങളുടെ സൗകര്യാർത്ഥം നമ്മൾ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത്. വിലയേറിയ അഭിപ്രായം അത് കറക്റ്റ് തന്നെയാണ് ചേട്ടൻ പറഞ്ഞത്. ഞാൻ ഇവിടുന്ന് മേടിക്കാത്ത ഒരു മെഷീൻ ഉണ്ടായിരുന്നു, മീൻ ഫിഷിന്റെ എന്താ പറയുന്നത്, ഇത് ചെയ്താൽ വരുന്നത് ഹാങ്ങിങ് ഫിൽറ്റർ. ഞാൻ ഇവിടുന്ന് മേടിച്ചല്ലായിരുന്നു, പക്ഷെ അത് വേറെ കടയിൽ നിന്ന് മേടിച്ചത്. പക്ഷെ ഞാൻ 2 പ്രാവശ്യം അത് കേടായപ്പോഴും ചേട്ടൻ എനിക്കത് കറക്റ്റ് ചെയ്ത് തന്നു. അപ്പോൾ തന്നെ ഞാൻ പുള്ളിയുടെ ആ ഒരു എന്താ പറയുക അതിനോടുള്ളൊരു ഒരു മനോഭാവം നമ്മൾ അത്രമാത്രം അത് കറക്റ്റായിട്ട് മീനെ നോക്കണം, അത് ചെയ്യണം. അത് വേറൊരു കടയിൽ നിന്നാണെങ്കിൽ പോലും അങ്ങനൊന്നും ഉള്ളൊരു നല്ലൊരു ജെന്യൂനായിട്ടുള്ളൊരു നല്ല ശ്രീനിവാസ ചേട്ടൻ. അതുകൊണ്ട് തന്നെ ഒരു മീൻ ചത്തുപോയാലും ഞാൻ അടുത്തത് വന്ന് മേടിക്കും. എന്നിട്ട് ശ്രീനിവാസ ചേട്ടൻ തന്നെ എന്നോട് പറഞ്ഞു, എല്ലാ മീനോട് ഇങ്ങനെ കൊണ്ടുവന്ന് ടീച്ചർ അതിനകത്ത് കൊണ്ടിടേണ്ട, ആവശ്യത്തിനുള്ളത് മാത്രം കൊണ്ടിട്ടാൽ മതി. അത്രയും നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ഗൈഡ് ചെയ്ത് തരുന്നതാണ് ചേട്ടൻ. അപ്പം വൈഫാണെങ്കിൽ അതുപോലെ തന്നെ വൈഫിൻ്റെ ഇതിൻ്റെ മുന്നോട്ട് വരാൻ ഡ്രസ്സ് ശരിയല്ലാന്ന് പറഞ്ഞേക്കുന്നത്. അപ്പം ഞാൻ ഒത്തിരി ആളെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. കുറേ പേര് വന്നിട്ടുണ്ട്. ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് ഞാൻ ചേട്ടനോട് പറഞ്ഞിട്ടില്ല. കുറേ കുട്ടികൾ നമ്മുടെ വീട്ടിനടുത്ത് കുറേ കുട്ടികൾ വന്ന് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് ഇന്നൊരു വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. അപ്പം ബാക്കി ചേട്ടൻ പറഞ്ഞു കേട്ടോ. ഞങ്ങൾ ഫിഷിൻ്റെ ആക്സസറി ഒന്നുമില്ല. ഡോഗ് ഫുഡ്, ഡോഗിൻ്റെ ആക്സസറീസ്, ക്യാറ്റ് ഫുഡ്, ക്യാറ്റിൻ്റെ ആക്സസറീസ്, അത് ലാബേഴ്സിൻ്റെ, അത് പല വ്യത്യസ്തമായ ടൈപ്പുള്ള സ്റ്റോൺസുകൾ അത് ഞങ്ങളുടെ അടുത്തുണ്ട്. അത് നിങ്ങൾ ഒരിക്കലെങ്കിലും ഒരു ഷോപ്പ് വിസിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കത് കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാവും. ഞങ്ങൾ എന്ത് തിരക്കുണ്ടെങ്കിലും അത് അവസാനത്തെ കസ്റ്റമേഴ്സിന് നല്ല സർവീസ് കൊടുക്കണം എന്നുള്ള മനോഭാവത്തോടുകൂടി ഞാനായാലും എൻ്റെ വൈഫായാലും നമ്മുടെ സ്റ്റാഫായാലും ഇതാണ് പറയാനുള്ളത്. ബാക്കിയെല്ലാം നിങ്ങളാണ് വിലയിരുത്തേണ്ടത്. ഒരു പ്രാവശ്യം വിസിറ്റ് ചെയ്യൂ, അതിന് ശേഷം ഞങ്ങൾ വിലയിരുത്തും. ഒരു കാര്യം പറയാനായിട്ട്
ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കടയിൽ വരുമ്പോഴേ എന്തെങ്കിലും ഒരു സാധനം മേടിക്കാനായിട്ട് വരുന്നത്, പക്ഷേ നമുക്കിവിടെ നിൽക്കുമ്പോൾ ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്. അശ്വിനും അതുപോലെ തന്നെ ഇവിടെ എപ്പോഴും ഞങ്ങൾ വെറുതെ കയറുക, വൈകിട്ട് ഇതുവഴി കാലിൽ പോകും വരിക തന്നെ. അപ്പോൾ അശ്വിൻ്റെ ആക്ഷൻ കാണാവും, വെറുതെ കൂളായിട്ട് നിന്നതാണ്. അശ്വിനുള്ളതിൻ്റെ കൈ കാണിക്കുക, കാല് കാണിക്കുക, അവൻ അത്ര ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഇനി ഇവിടുന്ന് കാറിലോട്ട് കയറാൻ തന്നെ അവന് ഭയങ്കര ദേഷ്യമായിരിക്കും. അപ്പം ഇതുപോലുള്ള നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ ഇങ്ങനത്തെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ മാനസിക സന്തോഷത്തിന് ഭയങ്കര എഫക്റ്റീവ് ആകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അത് തന്നെ അവരുടെ മുഖത്ത് തന്നെ നോക്കുമ്പോൾ അത് മനസ്സിലാവും. ഞാൻ APS നമ്മളുടെ സംഘടന അക്വേറിയം ഫ്രഷ് ഷോപ്പ് അസോസിയേഷൻ അതിൻ്റെ ജില്ലാ പ്രസിഡന്റ് കൂടെയാണ്. അതോടൊപ്പം തന്നെയാണ് നമ്മൾ ഓരോ മെമ്പർമാർക്കും ഇതുപോലെ നല്ല ഷോപ്പ് ഉണ്ടാക്കണം, കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാവണം, എന്നാൽ മാത്രം നമുക്ക് ബിസിനസ് കൂടുതൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കാരണം എല്ലാ ഷോപ്പുകളും അപ്ഡേഷൻ ചെയ്യുന്നുണ്ട്. കാരണം മുമ്പൊക്കെ നമ്മുടെ നാട്ടിൽ ബാർബർ ഷോപ്പ് ഉണ്ടായിരുന്നു, അതെല്ലാം ബ്യൂട്ടി പാർലറായിട്ട് മാറി. അതേപോലെ അലക്കുകട ഉണ്ടായിരുന്നു, അതെല്ലാം വന്നിട്ട് ഡ്രൈ ക്ലീനിങ് ആയി മാറി. അപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ മേഖലയിൽ അപ്ഡേഷൻ ഉണ്ടാവുന്നില്ല? അപ്പോൾ അപ്ഡേഷൻ ഉണ്ടാവണം എന്ന് വെച്ചിട്ടാണ് ഇതുവരെ കാര്യങ്ങൾ ചെയ്തിട്ട് എനിക്ക് മാത്രം ഉണ്ടായപ്പോൾ നമ്മുടെ APS ഉള്ള ഓരോ മെമ്പർമാരോട് ഞാൻ വളരെ പ്രോത്സാഹജനകമായി പറയുന്നൊരു കാര്യമാണ്, ഷോപ്പ് ഹൈടെക് ആക്കി മാറ്റണം, എന്നാൽ മാത്രമേ ബിസിനസ് കൂടുതൽ ഉണ്ടാവുള്ളൂ. കാരണം പുതിയ തലമുറയ്ക്ക് വേണ്ടത് ചെറിയൊരു പൈസ വേരിയേഷൻ വന്നാലും വൃത്തിയായിട്ട് നീറ്റായിട്ട് കാര്യങ്ങൾ നല്ല സർവീസ് കൊടുക്കണം, എല്ലാവർക്കും നല്ല ബിസിനസ് ഉണ്ടാവും എന്നുള്ള ഞാൻ പറയുന്നത്. അതിന് വേണ്ടത് എല്ലാ കാര്യങ്ങളും നമ്മുടെ ഓരോ മെമ്പർമാർക്കും ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഷോപ്പായ ഏറ്റവും വലിയൊരു കാര്യം വേണ്ടത് പാർക്കിംഗ് ഏരിയ, അത് നല്ലൊരു പാർക്കിംഗ് ഏരിയ ഉണ്ടാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വേറൊരു കാര്യം, നല്ല ഒരു നമ്മൾ ഷോപ്പിലേക്ക് വരുമ്പോൾ നല്ല വൃത്തിയും ക്ലീനായിട്ട് ബാത്റൂം വേണം, അത് ഞാൻ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വേനൽക്കാലത്ത് വന്നാൽ വെള്ളം കുടിക്കാനുള്ള സൗകര്യങ്ങൾ, എന്തെല്ലാം ഒരു കസ്റ്റമറിനെ എങ്ങനെയാണോ നമുക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റും ആ രീതിയിലേക്ക് നമ്മൾ മാറിയാൽ മാത്രമേ നമ്മൾ ഈ മേഖല ഡെവലപ്പ് ചെയ്യുള്ളൂ. അത് നമ്മുടെ മെമ്പർമാർക്കുള്ള ഒരു മെസ്സേജ് കൂടിയായിട്ടാണ് ഇതിൽ കൂടെ ഞാൻ പറയുന്നത്. ഓക്കെ, ശ്രീനിവാസൻ ചേട്ടനെ സംബന്ധിച്ച് ഇതൊരു ബിസിനസ് മാത്രമല്ല, മാനസിക സന്തോഷം കൂടിയാണ്. അതേപോലെ നമുക്ക് വരുന്ന ഓരോ കസ്റ്റമേഴ്സിനും അതുപോലെ തന്നെ ഭയങ്കര നീറ്റായിട്ടാണ് പുള്ളി ഇട്ടിരിക്കുന്നത്. ഇത്രയും ഫിഷ് ഉണ്ട്, അല്ലെങ്കിൽ കുറച്ച് വെള്ളം അവിടെ കിടക്കുന്നത് ഞാൻ പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ തൃശ്ശൂരും ഞാൻ എറണാകുളത്തൊക്കെ പോകുമ്പോൾ ഞങ്ങൾ വെറുതെ മോൻ്റെ കയറും ഇതുപോലെ കാണാനായിട്ട്. ഞാൻ ഇത്രയും നീറ്റായിട്ട് ഞാൻ ആദ്യമാണ് ഇങ്ങനൊരു ഷോപ്പ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു ഐശ്വര്യം ശ്രീനിവാസേട്ടനും ഉണ്ടാവട്ടെ. അപ്പം നമുക്കൊക്കെ എല്ലാവർക്കും അതുകൊണ്ട് മാനസികമായിട്ട് നമുക്കൊരു സന്തോഷം തന്നെയാണ്. അപ്പം എല്ലാവർക്കും ഒരു പുതിയ ദിവസം, നല്ല ദിവസം ആശംസിക്കുന്നു. നന്ദി.